With respect to air, the refractive index of ice is 1.31 and that of rock salt is 1.54. Calculate the refractive index of rock salt with respect to ice. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ N21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു 1 ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസും എയറും ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഐസ് വിത്ത് റെസ്പെക്ട് ടു എയർ, സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു 1, N21 എന്ന് പറയുമ്പോൾ, അപ്പോൾ അതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഐസ് വിത്ത് റെസ്പെക്ട് ടു എയർ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എനി മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് NI എന്ന് മാത്രം എഴുതാം, അതായത് ഐസിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ എഴുതുവാണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഐസ് ഈസ് 1.31, കാരണം വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ ആൻഡ് ദാറ്റ് ഓഫ് റോക്ക് സോൾട്ട് ഈസ് 1.54, അതായത് റോക്ക് സോൾട്ടിൻ്റെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.54 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റോക്ക് സോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഐസ്. അപ്പോൾ NRI എന്ന് എഴുതാം അല്ലേ. നമുക്കറിയാം N21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2/N1 ആണല്ലേ. റിഫ്രാക്റ്റീവ്, അതായത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടേംസിൽ നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇത് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു 1. വേറൊരു മീഡിയത്തിനെ അപേക്ഷിച്ച് ഒരു ഗിവൺ മീഡിയത്തിന് എത്ര, അത് അബ്സല്യൂട്ടാണ്. ഇത് റിലേറ്റീവാണ്, ഇത് അബ്സല്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ NRI എങ്ങനെ എഴുതാം? NR/NI എന്ന് എഴുതാമല്ലോ. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.54 ഡിവൈഡഡ് ബൈ 1.31 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1.18. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല, അത് ജസ്റ്റ് ഒരു റേഷ്യോ ആണ്, ഒരു നമ്പർ മാത്രമാണ്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1.18. The refractive index of a medium X with respect to Y is 2/3. Refractive index of medium X with respect to Y is 2/3 and the refractive index of Y with respect to Z is 4/3. Calculate the refractive index of Z, medium Z with respect to X. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്തെഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം എക്സിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ NX വിത്ത് റെസ്പെക്ട് ടു Y എത്രയാണ്? 2/3. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് Y വിത്ത് റെസ്പെക്ട് ടു Z 4/3. കണ്ടുപിടിക്കേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് Z വിത്ത് റെസ്പെക്ട് ടു X. ഓക്കെ, അപ്പോൾ ഈ NXYനെ നമുക്ക് എങ്ങനെ എഴുതാം? ശരിക്ക് NX/NY എന്ന് എഴുതാമല്ലോ. അതേപോലെ NYZനെ എങ്ങനെ എഴുതാം? NY/NZ എന്ന് എഴുതാം. അതുപോലെ NZXനെ എങ്ങനെ എഴുതാം? NZ/NX എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് NZ/NX കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് എന്ത് കിട്ടും? NZX കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 2നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതെന്ത് ചെയ്യണമെന്ന് നമ്മുടെ ആ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ തീരുമാനിക്കണേ. കാരണം ഇവിടെ നമുക്ക് എന്ത് വേണ്ട? Y വേണ്ട, Yയുടെ ടേം ക്യാൻസലായി പോകണം. അപ്പോൾ ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്താലും എനിക്ക് ശരിയാവില്ല, ഡിവൈഡ് ചെയ്താലും ശരിയാവില്ല. അതേസമയം ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു സ്ഥലത്ത് NY ഡിനോമിനേറ്ററിലും ഒരു സ്ഥലത്ത് NY ന്യൂമറേറ്ററിലേ ഉള്ളത്, അതുകൊണ്ട് ഇത് ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 1 × 2 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 1 × 2. അപ്പോൾ LHS എന്ത് വരും? NX/NY ഇൻറ്റു NY/NZ ഈക്വൽ ടു RHS മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. NXY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ആണ്. അപ്പോൾ 2/3 ഇൻറ്റു NY/NZ അല്ലെങ്കിൽ NYZ എന്ന് പറഞ്ഞാൽ 4/3 ആണ്. ഓക്കെ, ഇവിടെ NY ക്യാൻസലായി. NX/NZ ദാറ്റ് ഈസ് ഈക്വൽ ടു
8/9 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് ജസ്റ്റ് ഓപ്പോസിറ്റാണ്, NZ/NX ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ എടുത്താൽ മതി രണ്ട് സൈഡിലും. ബൈ ടേക്കിംഗ് റെസിപ്രോക്കൽ, നിങ്ങൾക്ക് കൂടെ ഒരു വേർഡ് എഴുതാം കേട്ടോ. ബൈ ടേക്കിംഗ് റെസിപ്രോക്കൽ ദാറ്റ് ഈസ് NZ/NX. NZ/NX എന്ന് പറഞ്ഞാൽ NZX, ദാറ്റ് ഈസ് ഈക്വൽ ടു 9/8.